പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിൽ ശോഭാ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട്. ശോഭയും കൂട്ടാളികളും സി കൃഷ്ണകുമാറിനെതിരെ പ്രവർത്തിച്ചതായാണ് പരാമർശം. വോട്ടുകൾ മറിഞ്ഞെന്നും അതിൽ സന്ദീപ് വാര്യർക്ക് സ്വാധീനമുണ്ടെന്നും കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളതായാണ് സൂചന. എന്നാൽ റിപ്പോർട്ട് സംബന്ധിച്ച വാർത്ത സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തള്ളി. ബി.ജെ.പിയെ സംബന്ധിച്ച് വിജയസാധ്യത കൽപ്പിച്ചിരുന്ന മണ്ഡലമായിരുന്നു പാലക്കാട്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വോട്ട് ചോർച്ചയാണ് പാർട്ടിക്കുണ്ടായത്. പാലക്കാട് തോൽവി മുൻനിർത്തി തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് മുന്നോടിയായി കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന നേതൃത്വം റിപ്പോർട്ട് സമർപ്പിച്ചതായാണ് വിവരം. ശോഭാ സുരേന്ദ്രനും പാലക്കാട്ട് 4 കൌൺസിലർമാർക്കുമെതിരെയാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കമെന്നാണ് വിവരം. ശോഭാ സുരേന്ദ്രനും കൌൺസിലർ സ്മിതേഷും സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചതായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. നഗരസഭയിൽ പ്രവർത്തനം മന്ദീഭവിപ്പിക്കാൻ ശ്രമം നടന്നുവെന്നും പുറത്തുനിന്നുള്ള നേതാക്കൾ പ്രചാരണത്തിനെത്തിയപ്പോൾ ആരോപണവിധേയരായ കൌൺസിലർമാർ അതിനെ എതിർത്തതായും റിപ്പോർട്ടിലുണ്ട്. കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് മറിക്കാൻ ശ്രമം നടത്തി. ഒരു പഞ്ചായത്ത് ഭാരവാഹിയുമായുള്ള സംഭാഷണം പുറത്തായതോടെ ജാഗ്രത പാലിക്കാനായെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. വോട്ട് മറിക്കുന്നതിൽ സന്ദീപ് വാര്യരുടെ സ്വാധീനം ലഭിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം തന്റെ സ്വാധീനം ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. സന്ദീപ് വാര്യർ ചെയ്യൽ കേസാണ്, ഒന്നുമല്ലാത്തവനാണ്, ഒരു സ്വാധീനം ഉണ്ടാക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ റിപ്പോർട്ടിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിന്റെ റിപ്പോർട്ടിൽ സന്ദീപ് വാര്യരാണ് വോട്ട് മറിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എനിക്കുള്ള സ്വാധീനത്തെ അവർ തന്നെ അംഗീകരിക്കുന്നതാണല്ലോ. ആ രീതിയിൽ അവർ ഇപ്പോഴെങ്കിലും അത് അംഗീകരിക്കുന്നത് എനിക്ക് സന്തോഷം. പരസ്യ പ്രസ്താവനയുടെ പേരിൽ എൻ ശിവരാജനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പാലക്കാട് സി കൃഷ്ണകുമാർ ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥി തന്നെയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ സമാഹരിക്കാവുന്ന പരമാവധി വോട്ടുകൾ ലഭിച്ചതായും കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതേസമയം പുറത്തുവന്നത് കള്ളവാർത്തയാണെന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ആരെങ്കിലും എഴുതി ഫോർവേഡ് ചെയ്യുന്ന മെസ്സേജ് പത്രത്താളുകളിലും ചാനലുകളിലും അടിച്ചുവിടാൻ നിങ്ങളൊക്കെ ഒരു എത്തിക്സിന്റെ ഒരു അംശം പോലും നിങ്ങൾക്കില്ല. വരുന്ന 7-8 തീയതികളിൽ എറണാകുളത്താണ് തെരഞ്ഞെടുപ്പ് അവലോകന യോഗം. ഇതിൽ റിപ്പോർട്ട് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നേക്കും. ന്യൂസ് മലയാളം, കൊച്ചി.